ഈ പ്ലാറ്റ്ഫോം പഠനത്തിനായിട്ട് കൂടി വരുവാൻ തക്കവണ്ണം കർത്താവ് തന്നിരിക്കുന്ന ഈ നല്ല അവസരത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ 4-5 വർഷങ്ങൾ നിങ്ങൾക്കിങ്ങനെ ഒന്നിച്ച് ഈ പ്ലാറ്റ്ഫോമിൽ ഓൺലൈനിൽ വചനം പഠിക്കുവാനായിട്ട് ഇടയാകുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. എനിക്കും ഈ ചില 2-3 മാസങ്ങൾ ഈ ശുശ്രൂഷയോട് ബന്ധപ്പെടുവാൻ തക്കവണ്ണം വചനം ശുശ്രൂഷിപ്പാൻ ഈ പ്ലാറ്റ്ഫോമിൽ വരുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ നന്മയ്ക്കും അതുപോലെ ദൈവനാമ മഹത്വത്തിനും നാം പഠിക്കുന്നതുമൊക്കെ കാരണമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. മാത്രമല്ല, ഈ പ്രാരംഭത്തിൽ തന്നെ ഈ ക്ലാസ്സുകൾക്കായിട്ട് എന്നെ ക്ഷണിക്കുകയും ഇതിനുള്ള അവസരം തരികയും ചെയ്ത സഭയുടെ ഉത്തരവാദിത്തപ്പെട്ട സഹോദരന്മാരോട് എൻ്റെ പ്രത്യേക നന്ദി അറിയിക്കുക. ജോർജ് സാർ ഇപ്പോൾ ഓർപ്പിച്ചതുപോലെ ഞാൻ ബോംബെ ബേസ്ഡ് ആണെങ്കിലും ഈ നാളുകളിൽ കുളനടയുണ്ട്. അമ്മയുടെ ഉള്ളത് കൊണ്ട് ആയതുകൊണ്ട് കുറെ നാൾ കൂടെ നിൽക്കുവാനായിട്ട് വന്നതാണ്. എന്നാൽ ഇടയ്ക്കൊക്കെ ബോംബെയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ബോംബെയിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തതല്ല. മാത്രമല്ല, ഇവിടെയുള്ള ശുശ്രൂഷകളിലുമൊക്കെ കൂടുതൽ ഏർപ്പെടുവാനായിട്ട് ഞാൻ ഇവിടെ ആയിരിക്കുന്നത് കൊണ്ട് സാധിക്കുന്നു. കർത്താവ് തരുന്ന എല്ലാ കൃപകൾക്കായിട്ടും സ്തോത്രം, നിങ്ങളുടെ പ്രാർത്ഥനകൾക്കായിട്ട് സ്തോത്രം. ഓർപ്പിച്ചതുപോലെ റോമാലേഖന പഠനമായിരിക്കും ഈ ആഴ്ചകളിൽ നാം എടുക്കുന്നത്. റോമാലേഖനം എടുക്കുവാനായിട്ട് എന്നോട് പറഞ്ഞപ്പോൾ 10-12 ക്ലാസ്സിൽ എടുക്കുവാനായിട്ട് പറഞ്ഞപ്പോൾ അത് എല്ലാം കവർ ചെയ്യുവാനായിട്ട് പ്രയാസമായിരിക്കും എന്നുള്ളത് ഓർപ്പിച്ചു. എന്നാൽ ഞാൻ പറഞ്ഞത് റോമാലേഖനം അതിലെ പ്രധാനപ്പെട്ട ചില തീംസ്, ചില വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ നാം പഠിക്കുവാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ആ വിഷയങ്ങൾ നാം ചിന്തിക്കുന്നത് മനസ്സിലാക്കിയാൽ മറ്റു ഭാഗങ്ങളൊക്കെ വായിച്ച് പഠിക്കുവാനായിട്ട് നമുക്കത് സഹായകരമായിരിക്കും. അപ്പോൾ അങ്ങനെ റോമാലേഖനം വളരെ പ്രധാനപ്പെട്ട ലേഖനമാണല്ലോ. അടിസ്ഥാനപരമായിട്ടുള്ള പല ഉപദേശ വിഷയങ്ങളും പ്രായോഗിക കാര്യങ്ങളും നിറഞ്ഞ ലേഖനമാണല്ലോ ഇത്. ഇതിന്റെ പഠനം അനിവാര്യമാണ്, യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ ലേഖനത്തിലെ പ്രധാന വിഷയങ്ങൾ നാം എങ്ങനെയാണ് പൗലോസ് അത് കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം നോക്കുവാനായിരിക്കും ഈ ക്ലാസ്സുകളിൽ ശ്രമിക്കുന്നത്. ഞാൻ ഓർപ്പിച്ചതുപോലെ നമ്മുടെയൊക്കെ ആത്മീയ നന്മയ്ക്ക് അത് കാരണമായി ഭവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാം ഇന്ന് പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് പൗലോസിന്റെ പ്രാരംഭത്തിൽ തന്നെ 1-ാം അധ്യായത്തിൽ തന്നെ താൻ എല്ലായിടത്തും പ്രസംഗിച്ച, ദൈവം തന്നിലൂടെ ലോകത്തിന് വെളിപ്പെടുത്തിയ സുവിശേഷം സംബന്ധിച്ച് നാം അറിഞ്ഞിരിക്കേണ്ട ചില വസ്തുതകൾ താൻ കൊണ്ടുവരുന്നത് നാം കാണുന്നുണ്ട് ഈ ലേഖനത്തിന്റെ മുഖവുരയിൽ തന്നെ, അല്ലെങ്കിൽ 1-ാം അധ്യായത്തിൽ തന്നെ. അപ്പോൾ ആ കാര്യത്തിൽ നാം കേന്ദ്രീകരിച്ച് പൗലോസിന്റെ സുവിശേഷം എന്തായിരുന്നു, അല്ലെങ്കിൽ പൗലോസ് ആ സുവിശേഷം എന്ന് പറയുമ്പോൾ നാം എന്ത് മനസ്സിലാക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് ഈ എഴുത്തിലൂടെ, അത് നാം ഒന്ന് ശ്രദ്ധിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിന് നിങ്ങൾ ഒരു തലക്കെട്ട് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ സുവിശേഷം എന്ന് തന്നെ എഴുതാം. ഗോസ്പൽ അല്ലെങ്കിൽ സുവിശേഷം. 1-ാം അധ്യായത്തിൽ തന്നെ നാം പ്രധാനമായിട്ട് നിൽക്കും. ഇവിടെ സുവിശേഷത്തെക്കുറിച്ച് താൻ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് നാം ശ്രദ്ധിക്കുകയായിരിക്കും. നാം പ്രാരംഭത്തിൽ ചില വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. പ്രാരംഭമായിട്ട് 1 മുതൽ 7 വരെയുള്ള വാക്യം, 1-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. ദൈവം തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പുകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശുക്രിസ്തുവിന്റെ ദാസനുമായ പൗലോസ്, റോമയിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാലല്ലോ ഞങ്ങൾ അവന്റെ നാമത്തിനായി
സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചത്. അവരിൽ യേശുക്രിസ്തുവിനായി വിളിക്കപ്പെട്ട നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു. ഇനി 14 വാക്യം മുതൽ ചില വാക്യങ്ങൾ വായിക്കാം. 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു. അങ്ങനെ റോമയിലുള്ള നിങ്ങളോട് സുവിശേഷം അറിയിപ്പാൻ എന്നാൽ ആവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. നാം വായിച്ച വേദഭാഗത്തെ ദൈവം നമുക്ക് അനുഗ്രഹമാക്കി തരുമാറാകട്ടെ. വായിച്ച വേദഭാഗത്ത് സുവിശേഷം എന്നുള്ള വാക്ക് 3 പ്രാവശ്യം വരുന്നുണ്ട്. അതിന്റെ ആരംഭഭാഗത്ത് സുവിശേഷത്തിനായി എന്നുള്ള പ്രയോഗം നാം 2-ാം വാക്യത്തിൽ കാണുന്നു. പിന്നീട് നാം വായിച്ച വേദഭാഗത്തും 14, 15 വാക്യങ്ങളിലും 15, 16 വാക്യങ്ങളിലും ആ പ്രയോഗം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ വിഷയം, സുവിശേഷം. എന്നാൽ അതിലേക്ക് വരുന്നതിന് മുൻപ് അത് സംബന്ധിച്ച് ഈ ലേഖനത്തിൽ അല്ലെങ്കിൽ ഈ മുഖവരയിൽ പൗലോസ് എന്തൊക്കെ പറയുന്നു എന്ന് നാം കാണുന്നതിന് മുൻപ് ഈ ലേഖനത്തെക്കുറിച്ച് പശ്ചാത്തലമായി ചിലത് നാം അറിയുവാനായിട്ട് ആവശ്യമുണ്ട്. ഏതെങ്കിലും ലേഖനം നാം പഠിക്കുമ്പോൾ ആ ലേഖനത്തിന്റെ ബാക്ക്ഗ്രൗണ്ട്, അതിന്റെ പശ്ചാത്തലം, എപ്പോ എഴുതി എന്നൊക്കെ കാര്യം, എന്തുകൊണ്ടാണ് എഴുതിയത് എന്നുള്ള കാര്യം ഒന്ന് ഒരു ചെറിയ ധാരണ നമുക്ക് ഉണ്ടായിരിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. അത് ദീർഘമായിട്ട് പോകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പൗലോസ് ഈ കത്ത് എഴുതുന്ന സമയം വരെയും റോമിൽ പോയിരുന്നില്ല, അല്ലെങ്കിൽ റോമിലുള്ള സഭയെ താൻ സന്ദർശിച്ചിട്ടില്ല. താൻ റോമ നഗരം, ആ നഗരത്തിൽ സന്ദർശിച്ചിട്ടില്ല. താൻ ഒരു റോമൻ പൗരനായിരുന്നു, എന്നാൽ റോമ നഗരം താൻ സന്ദർശിച്ചിരുന്നില്ല. അപ്പോൾ ഈ സഭയിൽ താൻ ഇതുവരെയും, അല്ലെങ്കിൽ ഈ കത്ത് എഴുതുന്നത് വരെയും ചെല്ലുവാനൊക്കെ ആഗ്രഹിച്ചെങ്കിലും അത് സാധിച്ചിരുന്നില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഈ സഭ സ്ഥാപിതമായത് എന്നുള്ള ചോദ്യം നമ്മുടെ മനസ്സിൽ വരാം. നാം അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ, പെന്തക്കോസ്ത് നാളിൽ, സഭയുടെ ആരംഭമായിട്ടുള്ള പെന്തക്കോസ്ത് നാളിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ളവർ അവിടെ കടന്നു വരുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പൊ അവരുടെ ഒരു ലിസ്റ്റ് നാം അവിടെ കാണുന്നുണ്ട്, എവിടെ നിന്നൊക്കെ വന്നു എന്നുള്ളത്. അതിൽ ഒന്നാണ് റോമയിൽ നിന്നുള്ളവർ, അല്ലെങ്കിൽ റോമിൽ നിന്നുള്ളവരും അന്ന് യെരൂശലേമിൽ പെന്തക്കോസ്ത് നാളിൽ വന്നിരുന്നു. നമുക്കറിയാം, അന്ന് പത്രോസ് പ്രസംഗിച്ചു, 3000 പേർ രക്ഷിക്കപ്പെട്ടു. എല്ലാവരും അതാത് ഇടങ്ങളിലൊക്കെ അവരുടെ വിശ്വാസവുമായി പോയി അവിടെ അവർ വിശ്വസിച്ച കാര്യം, വിശ്വസിച്ച വിഷയം പ്രസംഗിച്ചു എന്ന് നമുക്ക് ന്യായമായി വിചാരിക്കാം. അപ്പോ ഈ അന്ന് റോമിൽ നിന്ന് വന്നവരും ചിലപ്പോൾ ആ 3000-ൽ ചിലർ ആയിരിക്കാം. ആണെങ്കിൽ അവർ തിരിച്ചുപോയി റോമിൽ സുവിശേഷീകരണം നടത്തുകയും അങ്ങനെ സഭ സ്ഥാപിതമാവാം. അല്ലെങ്കിൽ മറ്റൊരു സാധ്യതയുമുണ്ട്. അതിതാണ്, സാധാരണ നാം പറയാറുണ്ട്, എല്ലാ റോഡുകളും, എല്ലാ വഴികളും റോമിലേക്ക് എന്ന് നാം സാധാരണ പറയാറുണ്ട്. ഓൾ റോഡ്സ് ലീഡ്സ് ടു റോം. എല്ലാ വഴികളും റോമിലേക്ക്. റോം അന്നത്തെ പ്രധാന പട്ടണമായിരുന്നുവല്ലോ. അപ്പൊ ജോലി സംബന്ധമായിട്ടോ ബിസിനസ് സംബന്ധമായിട്ടോ ഒരു പ്രധാന പട്ടണമായതുകൊണ്ടോ പലർ പലയിടങ്ങളിൽ നിന്നും അവിടേക്ക് മൈഗ്രേറ്റ് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാം. കുടിയേറി പാർത്ത പലരവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ വിശ്വാസികളും കടന്നു വന്നിരിക്കാം. അങ്ങനെയെങ്കിൽ അങ്ങനെയുള്ളവർ ഒന്ന് ചേർന്ന് സഭ രൂപീകൃതമായിരിക്കാം. അപ്പോൾ എന്താണ് മുഖാന്തരമെന്ന് നാം അറിയുന്നില്ല. എന്നാൽ അവിടെ വളരെ ആക്റ്റീവായിട്ടുള്ള, ഊർജ്ജസ്വലതയുള്ള ഒരു സ്ഥലം സഭ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ, അതിന്റെ 13-ാം അധ്യായം തൊട്ട് നാം വായിക്കുമ്പോൾ പൗലോസിന്റെ ശുശ്രൂഷകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ജാതീയ ഭാഗങ്ങളിൽ, ജാതികളുടെ മധ്യേ താൻ ചെയ്ത ശുശ്രൂഷകൾ, തന്റെ സന്ദർശനങ്ങൾ, തന്റെ മിഷണറി യാത്രകൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. AD 47 തൊട്ട് 57 വരെയുള്ള 10 വർഷങ്ങൾ നോക്കിയാൽ
അന്നത്തെ റോമൻ ആ ആ ആ, 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 രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, പ്രത്യേകിച്ച് ഏജിയൻ കടലിന്റെ സമീപമുള്ള സ്ഥലങ്ങളിൽ താൻ യാത്ര ചെയ്ത സുവിശേഷം അറിയിച്ചു. അതാണ് 3 മിഷണറി യാത്രകൾ അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ആ തന്റെ യാത്രയിൽ താൻ പലയിടങ്ങളിൽ പോകുന്നത് നാം കാണുന്നുണ്ട്. നാം 19 റോമാലേഖനം 16 അധ്യായം വായിക്കുമ്പോ താൻ ആ യാത്രയിൽ കൊരിന്തിൽ വന്നതായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. 16 അധ്യായത്തിലേക്ക് വരാം. റോമാലേഖനം 16 അധ്യായം അതിന്റെ 23 വാക്യം നോക്കുക. 16ന്റെ 23 നമുക്ക് ഇങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്. എനിക്കും സർവ്വസഭയ്ക്കും അതിഥി സൽക്കാരം ചെയ്യുന്ന ഗായോസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. അപ്പോ തനിക്ക് അതിഥി സൽക്കാരം ചെയ്ത ആതിഥേയൻ ഗായസ് ആയിരുന്നു, അല്ലെങ്കിൽ ഗായസിനോടൊപ്പം താൻ പാർത്താണ് ഇത് എഴുതിയത്. അപ്പൊ താൻ ഇത് എഴുതുമ്പോ ഗായസിന്റെ ഭവനത്തിലാണ്. ഗായസ് എവിടുത്തുകാരനായിരുന്നു? 1 കൊരിന്ത്യർ 1 അധ്യായം 14 വാക്യം നോക്കുക. 1 കൊരിന്ത്യർ 1 അധ്യായം 14 വാക്യം. അവിടെ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ്: എന്റെ നാമത്തിൽ ഞാൻ സ്നാനം കഴിപ്പിച്ചു എന്നാരും പറയാതെ വണ്ണം ക്രിസ്പൊസിനെയും ഗായസിനെയും ഒഴികെ നിങ്ങളിൽ ആരെയും ഞാൻ സ്നാനം കഴിപ്പിക്കാകിയാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ഈ ഗായസ് നാം കാണുന്നുണ്ട്. ഇത് രണ്ടും ഒരേ ഗായസ് ആണെന്ന് നമുക്ക് അനുമാനിക്കാം. എങ്കിൽ ഈ ഗായസ് കൊരിന്തിലുള്ള ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെയെങ്കിൽ റോമാലേഖനം താൻ കൊരിന്തിൽ നിന്നാണ് എഴുതിയത്. താൻ കൊരിന്തിൽ നിന്നാണ് എഴുതിയത്. ഞാൻ മിഷണറി യാത്രകളെ കുറിച്ച് പറയുകയുണ്ടായി. നാം അപ്പോസ്തല പ്രവൃത്തി 19 അധ്യായം 21 വാക്യം വായിക്കുമ്പോ തന്റെ 3ാമത്തെ മിഷണറി യാത്രയിൽ തന്റെ ഒരു താല്പര്യം താൻ പറയുന്നത് കാണുന്നുണ്ട്. മക്കദോനിയയിൽ കൂടെ കടന്ന് അഖായയിലെത്തണം. കൊരിന്ത് അഖായയിലുള്ള സ്ഥലമാണ്. അപ്പോൾ അഖായയിൽ പോകുവാനുള്ള തന്റെ താല്പര്യം അപ്പോസ്തല പ്രവൃത്തി 19ന്റെ 21 നാം കാണും. 20 അധ്യായത്തിന്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ വായിക്കുമ്പോ താൻ മക്കദോനിയക്ക് യാത്രയാകുന്നു. അവിടെ നിന്നും താൻ യവനദേശത്ത് ചെന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അഖായ അവിടെയുള്ള സ്ഥലമാണ്. കൊരിന്ത് അഖായയിലുള്ള സ്ഥലമാണ്. അപ്പോൾ 20 അധ്യായത്തിന്റെ ആരംഭ ഭാഗമായിരിക്കാം ആ കാണുന്ന യവനദേശത്തുള്ള തന്റെ ആ സന്ദർശനത്തിന്റെ സമയമായിരിക്കാം താൻ കൊരിന്തിൽ ഗായസിനോടൊപ്പം പാർക്കുന്നതും ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ആ സമയത്ത് താൻ എഴുതിയതാണ് ഈ ലേഖനം. എന്താണ് എഴുതാനുള്ള സാഹചര്യം ഉണ്ടായത്? 16 അധ്യായം വായിക്കുമ്പോൾ നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കെംക്രയ എന്ന ഒരിടം, അത് കൊരിന്തിനടുത്തുള്ള ഒരു തുറമുഖ പട്ടണമാണ്. അവിടെ നിന്നും ഒരു സഹോദരി, അവിടെ ഒരു സഭയുണ്ടായിരുന്നു. ആ സഭയിൽ വളരെ പ്രയോജനപ്പെടുന്ന ആ സഹോദരിമാർക്ക് ചെയ്യാവുന്നതായിട്ടുള്ള ശുശ്രൂഷകളിലൊക്കെ ഏർപ്പെട്ടിരുന്ന ഒരു ശുശ്രൂഷക്കാരത്തി. അവർ കെംക്രയിൽ നിന്നും റോമിലേക്ക് പോവുകയാണ്. റോമിൽ എന്തിനാ പോകുന്നത് നമുക്കറിയില്ല. എന്നാൽ അവിടെ ആയിരിക്കുമ്പോ അവൾക്ക് അവിടെയുള്ള വിശ്വാസികളുമായി കൂട്ടായ്മ ആചരിക്കുവാൻ ആഗ്രഹമുണ്ട്. അവിടേക്ക് പോകുമ്പോൾ അവിടെയുള്ളവരെ തനിക്ക് അറിയയില്ല. അതുകൊണ്ട് ആരെങ്കിലും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഒരു കത്ത് തരുവാനായിട്ട് ആവശ്യമുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പൗലോസിന്റെ അരികിലെത്തി അതിനാവശ്യപ്പെട്ടു. താൻ വളരെ സന്തോഷത്തോടെ ഈ ഫേബ എന്ന സഹോദരിയെ, കെംക്രയിലെ സഹോദരിയെ ആ റോമിലുള്ള വിശ്വാസികൾക്ക് പരിചയപ്പെടുത്തി താൻ ഇത് കത്തെഴുതുകയാണ്. നാം ഒന്ന് ഓർക്കേണ്ടത്, പൗലോസ് റോമാ സഭയിൽ അതുവരെയും പോയിരുന്നില്ല. എന്നാൽ അവിടെ ഉള്ളവരെ അറിയാവുന്നതാണ്. 16 അധ്യായം നോക്കുമ്പോൾ വലിയൊരു ലിസ്റ്റ് നാം കാണുന്നുണ്ട്. പലരുടെ പേരുകൾ നാം കാണുന്നുണ്ട്. അവരെയൊക്കെ താൻ അറിഞ്ഞിരുന്നു വ്യക്തിപരമായി. അപ്പോ ചെന്നിരുന്നില്ലെങ്കിലും പലരെയും തനിക്ക് അറിയാമായിരുന്നു, അവരും തന്നെ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് ഈ സഹോദരിയെ താൻ പരിചയപ്പെടുത്തുവാനായിട്ട് ഈ ലേഖനം എഴുതുകയാണ്. മാത്രമല്ല, ഈ പരിചയപ്പെടുത്തുവാനായിട്ട് ലേഖനം എഴുതുമ്പോൾ തനിക്കൊരാഗ്രഹം, ഇതുവരെയും സന്ദർശിച്ചിട്ടില്ലാത്ത ആ സ്ഥലത്തുള്ള വിശ്വാസികൾ, ഞാൻ മറ്റുള്ള സ്ഥലത്ത് എന്ത് പ്രസംഗിക്കുന്നു, ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷം എന്താ, ഞാൻ പ്രസംഗിക്കുന്ന പ്രായോഗിക ക്രിസ്തീയ ജീവിതം എന്താണ്, ഇസ്രയേലിനെ സംബന്ധിച്ചുള്ള എന്റെ പഠിപ്പിക്കലുകൾ എന്താണ്, ഇവയൊക്കെ അവരറിയണം. അപ്പോൾ അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഏറ്റവും ക്രമീകൃതമായി വളരെ ക്രമത്തോടു കൂടി
പൗലോസ് താൻ എല്ലായിടത്തും പ്രസംഗിച്ച സുവിശേഷവും അതുപോലെ മറ്റുപദേശങ്ങളും ക്രമത്തോടുകൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർഡർലി ആയിട്ട് എഴുതുന്ന ഒരു ലേഖനമാണ് റോമാലേഖനം. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അല്പം ഒരു പശ്ചാത്തലം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഓർപ്പിച്ചതുപോലെ ഏത് ലേഖനം പഠിക്കുമ്പോഴും പശ്ചാത്തലം അല്പം അറിയേണ്ടത് ആവശ്യം. ആ നിലയിൽ ഇത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് നാം വായിച്ച ആ ഭാഗങ്ങളിലേക്ക് കടന്നു വരാം. ഞാൻ ഓർപ്പിച്ചതുപോലെ ഇന്ന് ആ സുവിശേഷം എന്നുള്ള ആ കാര്യം, അല്ലെങ്കിൽ സുവിശേഷത്തെക്കുറിച്ച് എന്താണ് ഇവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്നത് എന്ന് ഓർപ്പിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ആദ്യമായിട്ട് ആ വാക്ക് തന്നെ നോക്കുക, സുവിശേഷം. നമ്മൾ വളരെ കേൾക്കുന്ന വാക്കാണ്. എന്താണ് ആ സുവിശേഷം എന്ന വാക്കിന്റെ അർത്ഥം? നമുക്കത് കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമില്ല. സുവിശേഷം അത് തന്നെ നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാം. നല്ല വിശേഷം, നല്ല സന്ദേശം, ഗുഡ് ന്യൂസ്. ഗ്രീക്കിൽ ഇവാഞ്ചലിയോൺ എന്നാണ് അതിന്റെ വാക്ക്. അത് രണ്ട് വാക്കുകൾ ചേർത്തുള്ളതാണ്. ഒരു വാക്കിന്റെ അർത്ഥം ഗുഡ്, രണ്ടാമത്തെ വാക്കിന്റെ അർത്ഥം ന്യൂസ്. അപ്പൊ രണ്ടും ചേർത്താൽ ഇവാഞ്ചലിയോണിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാകും. എന്താണത്? ഗുഡ് ന്യൂസ്, നല്ല വാർത്ത. അതാണ് സുവിശേഷം. മറ്റൊന്ന് നാം ഓർക്കേണ്ടത്, ഈ സുവിശേഷം എന്ന വാക്ക് അപ്പോസ്തലന്മാര് കണ്ടുപിടിച്ചതൊന്നുമല്ല. വേദപുസ്തകം എഴുതിയവർ അവർ കണ്ടുപിടിച്ചതൊന്നുമല്ല. ക്രൈസ്തവർ അത് ഉപയോഗിക്കുന്നതിന് മുൻപ് തന്നെ, അപ്പോസ്തലന്മാർ അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ അത് ഉപയോഗിക്കുന്നതിന് മുൻപ് തന്നെ ജനറലായിട്ടുള്ള യൂസ്, ലോകത്തിൽ അത് ആ വാക്ക് ഇവാഞ്ചലിയോൺ എന്നുള്ള വാക്ക് ഉപയോഗത്തിലിരുന്നു. ഞാനിങ്ങനെ അത് ചുരുക്കമായി വിശദീകരിക്കട്ടെ. ഒരു രാജ്യം പുതിയൊരു നിയമം കൊണ്ടുവരികയാണെന്ന് വിചാരിക്കുക. ഇക്കാലത്ത് അങ്ങനെയൊക്കെ നിയമം വരുമ്പോ പേപ്പറിലോ ന്യൂസിലോ ഒക്കെ അധികാരികൾ അത് കാണിക്കാറുണ്ട്, അത് അറിയിക്കാറുണ്ട്. എന്നാൽ അക്കാലത്ത് ഇങ്ങനെയുള്ള മാധ്യമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അത് ലോകത്തെ അറിയിക്കുവാൻ, ലോകത്തെ എന്നല്ല, ആ ദേശത്തിലെ പൗരന്മാരെ അറിയിക്കുവാൻ അവർ ചെയ്തിരുന്നത് അവരുടെ ചക്രവർത്തിയുടെ അല്ലെങ്കിൽ രാജാവിന്റെ പ്രതിനിധികളെ എല്ലായിടത്തും അയക്കും. അവർ ചന്തസ്ഥലങ്ങളിലും ആളുകൾ കൂടുന്നിടത്തൊക്കെ നിന്ന് ഈ കാര്യം വിളിച്ചറിയിക്കും. ഒരു നിയമം പാസ്സാക്കിയിരിക്കുന്നു, അത് നിങ്ങൾ അനുസരിക്കണം. ആ കാര്യം അവർ വിളിച്ചറിയിക്കും. അങ്ങനെ അറിയിക്കുന്ന ആ അറിയിപ്പിന് ഈ വാക്കായിരുന്നു ഉപയോഗിച്ചിരുന്നത്, ഇവാഞ്ചലിയോൺ. ഇനി മറ്റൊരു ആപ്ലിക്കേഷൻ, മറ്റൊരു ഉപയോഗം നാം മനസ്സിൽ കൊണ്ടുവരിക. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ തോൽപ്പിക്കുന്നു. അപ്പോൾ ജയിച്ച രാജ്യത്തിന്റെ ഒരു പടയാളി ആ യുദ്ധസ്ഥലത്ത് നിന്നും സ്വന്തം സ്ഥലത്തേക്ക് ചെന്ന്, സ്വന്തം രാജ്യത്തിലേക്ക് ചെന്ന് ആ ജയത്തിന്റെ വാർത്ത അറിയിക്കും. ആ വാർത്തയ്ക്കും ഇതേ വാക്കായിരുന്നു ഉപയോഗിച്ചിരുന്നത്, സുവിശേഷം, ഇവാഞ്ചലിയോൺ. അതുപോലെ തന്നെ ഒരു രാജകുടുംബത്തിൽ ഇനിയും വരുവാനിരിക്കുന്ന രാജാവ് ജനിക്കുമ്പോ, ഒരു പൈതൽ ജനിക്കുമ്പോ ആ വാർത്ത ഒരു സുവാർത്തയാ. ഒരു രാജാവിന്റെ ഭരണം കഴിഞ്ഞ് താൻ മരിക്കുമ്പോ തന്റെ മകൻ ആ സ്ഥാനത്തേക്ക് കിരീടം പിന്നെ സിംഹാസനസ്ഥനാകുന്നു. ആ കൊറോണേഷൻ, അതിനെയും ആ വാർത്തയും ഇതേ വാക്കിൽ അറിയപ്പെട്ടിരുന്നത്, സുവിശേഷം. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാവുന്നു എന്ന് വിചാരിക്കുന്നു. ഈ വാക്ക് പുതിയ നിയമത്തിന് മുൻപ് തന്നെ പൊതുവായിട്ടുള്ള ഉപയോഗത്തിലിരുന്ന വാക്കാണ്. പല കാര്യങ്ങളിൽ ഇത് ഉപയോഗിച്ചിരുന്ന വാക്കാ. തന്നെയുമല്ല, പഴയ നിയമത്തിലും നമുക്കിത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ എവിടെയാണ്? യെശയ്യാ പ്രവചനം 40-ാം അധ്യായം, 41-ാം അധ്യായം, 52-ാം അധ്യായം, 61-ാം അധ്യായം, ഇവിടെ എല്ലാം നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെയൊക്കെ തർജ്ജമ ചെയ്തിരിക്കുന്നത് സുവിശേഷമെന്നല്ല, സുവാർത്ത, സുവാർത്താദൂതൻ തുടങ്ങിയുള്ള പ്രയോഗങ്ങൾ നമ്മവിടെ കാണുന്നുണ്ട്. സുവാർത്ത, സുവാർത്തയും സുവിശേഷവും ഒന്നാണല്ലോ. നല്ല വാർത്ത, സുവാർത്ത. നഹൂമിന്റെ പ്രവചനത്തിലും നാം ഇത് കാണുന്നുണ്ട്, 1-ാം അധ്യായം 15-ാം വാക്യം. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, പുതിയ നിയമത്തിന് മുൻപ് തന്നെ ഇത് പൊതു ഉപയോഗത്തിലുള്ള വാക്കായിരുന്നു. പഴയ നിയമത്തിലും നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നാം മറ്റൊന്ന് ഓർക്കേണ്ടത്, പഴയ നിയമത്തിൽ അത് ഉപയോഗിക്കുമ്പോ വരുവാനിരിക്കുന്ന ബാബിലോണിയ
ആ ബാബേൽ പ്രവാസത്തിൽ നിന്നുള്ള വിടുതലിന്റെ സന്ദേശമായിരുന്നു, വിടുതലിന്റെ ഉറപ്പായിരുന്നു അത്. അപ്പൊ ഇതെല്ലാം നമ്മുടെ മനസ്സിൽ ഇത് കൊണ്ടുവരിക. ഞാൻ ഓർപ്പിച്ചത്, ആദ്യമായിട്ട് അത് ഒരു പുതിയ നിയമം കൊണ്ടുവരുമ്പോൾ അനുസരണത്തിനായിട്ടുള്ള ഒരു അറിയിപ്പാണത്, ഒരു ജയത്തിന്റെ അറിയിപ്പാണത്, ഒരു രാജകുമാരന്റെ അല്ലെങ്കിൽ രാജത്വത്തിന്റെ അവകാശിയുടെ ജനനത്തിന്റെ അറിയിപ്പാണത്. രാജസ്ഥാനത്തേക്ക് ഒരുവൻ വരുമ്പോൾ അതിന്റെ അറിയിപ്പാണത്. മാത്രമല്ല, വിടുതലിന്റെ അറിയിപ്പാണത്. നമ്മുടെ കർത്താവിന്റെ സുവിശേഷത്തെക്കുറിച്ച് നാം നോക്കിയാൽ ഇതെല്ലാം നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നതാണ്. കർത്താവിനെ കുറിച്ചുള്ള വാർത്ത അത് അനുസരണത്തിനായിട്ട് ലോകത്തെ ക്ഷണിക്കുന്ന, പാപിയെ ക്ഷണിക്കുന്ന വാർത്തയാ. അതൊരു ജനനത്തെ അറിയിക്കുന്ന വാർത്ത, കർത്താവിന്റെ വരവിനെ അറിയിക്കുന്ന വാർത്തയാ. അവൻ നിവർത്തിച്ച വേലയെ, ജയത്തെ അറിയിക്കുന്ന വാർത്തയാ. വിടുതലിന്റെ വാർത്തയാണത്. നാം ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്, അല്ലെങ്കിൽ കാണാവുന്നതാണ്. അതാണ് സുവിശേഷം. നാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോ മിക്കവാറും മർക്കോസ് ആയിരിക്കാം ആദ്യമായിട്ട് ഈ വാക്ക് ഉപയോഗിക്കുന്നത്. മർക്കോസിൽ നാം എങ്ങനെയാണ് കാണുന്നത്? അതിന്റെ 1-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോ നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വേദപഠിതാക്കൾ പൊതുവെ വിചാരിക്കുന്നത് സുവിശേഷങ്ങളിൽ ആദ്യം എഴുതപ്പെട്ടത് മർക്കോസിന്റെ സുവിശേഷം എന്നാണ്. അങ്ങനെയെങ്കിൽ അതിന്റെ ആരംഭത്തിൽ തന്നെ സുവിശേഷം എന്ന വാക്ക് നാം കാണുന്നു. എങ്ങനെയാണ് മർക്കോസിന്റെ സുവിശേഷം ആരംഭിക്കുന്നത്? ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം. സുവിശേഷത്തിന്റെ ആരംഭം. മർക്കോസാണ് അത് ആദ്യം ഉപയോഗിച്ചതെങ്കിൽ പൗലോസാണ് അതിനൊരു ഉപദേശ രൂപം നൽകിയത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മർക്കോസ് ആദ്യമായിട്ട് ആ വാക്ക് ഉപയോഗിച്ചുവെങ്കിൽ, പൊതുവായിട്ടുള്ള ആ ഉപയോഗത്തിൽ നിന്നും മർക്കോസ് ആദ്യമായിട്ട് ഉപയോഗിച്ചുവെങ്കിൽ, പൗലോസാണ് തന്റെ എഴുത്തുകളിലൂടെയും തന്റെ പഠിപ്പിക്കലുകളിലൂടെയും സുവിശേഷത്തിനൊരു ഉപദേശ രൂപം നൽകിയത്. മർക്കോസാണ് ആദ്യം ഉപയോഗിച്ചത് ഞാൻ പറഞ്ഞുവെങ്കിൽ, ഒരു കാര്യം നാം ഓർക്കേണ്ടത് ഇതാണ്: മർക്കോസിന്റെ സുവിശേഷം പൊതുവെ മനസ്സിലാക്കപ്പെടുന്നത് പത്രോസിന്റെ സുവിശേഷം എന്നാ. മർക്കോസ് ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞത് പത്രോസിൽ നിന്നാ. മർക്കോസ് ശുശ്രൂഷയിൽ പത്രോസിന്റെ സഹായിയായിരുന്നു പിന്നീട് എന്ന് മനസ്സിലാക്കപ്പെടുന്നു. അപ്പോൾ പത്രോസിൽ നിന്നാണ് താൻ കാര്യങ്ങൾ അറിഞ്ഞത്. എന്നിട്ട് മർക്കോസ് ആണ് അത് എഴുതിയതെങ്കിലും ഇത് പത്രോസിന്റെ സുവിശേഷവുമായി പൊതുവെ അറിയപ്പെടുന്നു. അങ്ങനെയെങ്കിൽ പത്രോസ് ആണ് ആ വാക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നതായി നാം കാണുന്നത്. എന്നാൽ പൗലോസ് ആണ് അതിന് ഉപദേശ രൂപം നൽകിയത്. കൊരിന്ത്യർ ലേഖനം, അതുപോലെ 2 തിമോത്തിയോസ്, ഇതൊക്കെ വായിക്കുമ്പോൾ ആ ഉപദേശ രൂപമൊക്കെ വളരെ വ്യക്തമായി താൻ കൊണ്ടുവരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ആ കാര്യം ഈ 1-ാം അധ്യായം, റോമർ 1-ാം അധ്യായത്തിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഇനിയും ഈ അടിസ്ഥാനപരമായിട്ടുള്ള, പശ്ചാത്തലപരമായിട്ടുള്ള കാര്യങ്ങൾ നാം കണ്ടതിന് ശേഷം ഈ 1-ാം അധ്യായത്തിന്റെ നാം വായിച്ച വേദഭാഗത്ത് സുവിശേഷ സംബന്ധമായി എന്തൊക്കെ പറയുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. ഏതാണ്ട് 3-4 കാര്യങ്ങൾ ഓർപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, അതിന്റെ ആരംഭമാണ്. സുവിശേഷത്തിന്റെ സ്രോതസ് എന്താ? അതിന്റെ ആരംഭമാരാ? 1-ാം വാക്യം ആരംഭിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. ദൈവം തന്റെ, ദൈവം, അല്ലെങ്കിൽ സുവിശേഷം, തുറന്ന് വായിക്കുമ്പോൾ സുവിശേഷത്തിന്റെ വിവരണമാണ് താൻ നൽകുന്നത്. അവൾ ആരംഭിക്കുന്നത് ദൈവത്തോടെയാ, ദൈവം എന്ന വാക്കോടെയാ. സുവിശേഷത്തിന്റെ ആരംഭം ദൈവമാണ്. ഇംഗ്ലീഷിൽ നാം നോക്കുമ്പോ വാക്കുകൾക്ക് ഈ മലയാളത്തിൽ നാം കാണുന്ന ക്രമമല്ല, വ്യത്യാസം പലയിടത്തുമുണ്ട്. അർത്ഥങ്ങൾ ശരിയാ, സമമാണെങ്കിലും തർജ്ജമ ചെയ്യുമ്പോൾ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസം വരുമല്ലോ. അപ്പോ ഇംഗ്ലീഷിൽ നാം നോക്കുമ്പോൾ ഗോസ്പൽ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സുവിശേഷം എന്ന് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സുവിശേഷം ദൈവത്തിൻ്റെതാ, അത് ദൈവത്തിൽ നിന്ന് ഉത്ഭവിച്ചതാ. മനുഷ്യൻ ഉരുക്കൂട്ടിയ ആശയമല്ല സുവിശേഷം. പൗലോസ് വിഭാവന ചെയ്തതല്ല സുവിശേഷം. അത് ദൈവത്തിൽ നിന്നുള്ളതാ.
മനുഷ്യൻ അത് വിഭാവന ചെയ്തതായിരുന്നുവെങ്കിൽ മനുഷ്യന്റെ മഹത്വത്തിന് അതിൽ എന്തെങ്കിലും കാണുമായിരുന്നു. എന്നാൽ സുവിശേഷത്തിന്റെ സാരം നാം നോക്കിയാൽ മനുഷ്യന്റെ മഹത്വത്തിന് യാതൊന്നും അതിലില്ല. പൂർണ്ണ മഹത്വം ദൈവത്തിന് മാത്രം. അത് ദൈവത്തിൽ നിന്നുത്ഭവിച്ചതാ. സുവിശേഷത്തിന്റെ സാക്ഷികളായ നാം സുവിശേഷത്താൽ ആ അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കുവാൻ കാരണമായി തീർന്ന നാം ഇക്കാര്യം അറിയേണ്ടത് ഏറെ ആവശ്യമാണ്. അത് അവനിൽ നിന്നുള്ളതാ, അത് ദൈവത്തിൽ നിന്നുള്ളതാ. നാം സാധാരണ പിതാവായ ദൈവത്തെക്കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട്, എല്ലാ അനുഗ്രഹങ്ങളുടെയും സ്രോതസ്, ആ ത്രിയേക ദൈവത്തിൽ ഉള്ള സ്രോതസ് എന്ന് പറയുന്നത് പിതാവാണ്. എല്ലാ നല്ല ദാനവും ആ പൂർണ്ണതയുള്ള ദാനവും ഒക്കെ ആ വെളിച്ചത്തിന്റെ പിതാവിൽ നിന്ന് വരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സകലവും പിതാവിൽ നിന്നാ. അല്ലെങ്കിൽ ഇങ്ങനെ പറയും, തൃത്വത്തിലെ ഫൗണ്ടനേഡ് ആണ് അവൻ, സ്പ്രിങ് ആണ് അവൻ. അവനിൽ നിന്നാണ് എല്ലാ നന്മയും പുറപ്പെടുന്നത്. പുത്രൻ മുഖാന്തരമാണ്, പരിശുദ്ധാത്മാവിനാൽ അത് നമ്മുടെ ജീവിതത്തിൽ വരുന്നു. എന്നാൽ പിതാവാണ് എല്ലാറ്റിന്റെയും സ്രോതസ്, സുവിശേഷത്തിന്റെയും ആരംഭം, സുവിശേഷത്തിന്റെയും സ്രോതസ് പുത്രനാണ്, പിതാവാണ്. അത് പിതാവിൽ നിന്നുള്ളതാണ്. അപ്പോൾ പൗലോസ് ഈ കാര്യത്തെക്കുറിച്ച് എഴുതുമ്പോ പ്രാരംഭത്തിൽ തന്നെ ആരംഭം കുറിക്കുക, ദൈവം. ഇത് ദൈവത്തിൽ നിന്നുള്ളതാണ്. നാം ഇത് ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് പറയുമ്പോ അത് വാസ്തവത്തിൽ ആ സുവിശേഷത്തിന്റെ സ്വഭാവത്തെ കാണിക്കുന്നതാ. അതിന് മാറ്റം വരുവാൻ സാധ്യമല്ല. വേറൊരു സുവിശേഷം അതിന്റെ സ്ഥാനം എടുക്കുവാൻ സാധ്യമല്ല. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കും. സമയമില്ലാത്തത് കൊണ്ട് ആ ഭാഗങ്ങളിലേക്ക് എടുത്തു വായിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. മറ്റൊരു സുവിശേഷം തുടങ്ങിയുള്ള പ്രയോഗങ്ങൾ നാം കാണുന്നു. 2 കൊരിന്ത്യർ 11-ന്റെ 4-ാം വാക്യത്തിലും നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മറ്റൊരു സുവിശേഷം ഈ സ്ഥാനത്ത് വരുവാൻ സാധ്യമല്ല. ഇത് ദൈവത്തിന്റെ വചനമാണ്. 1 തെസ്സലോനിക്കർ 2-ാം അധ്യായം 13-ാം വാക്യം വായിക്കുമ്പോ അവിടെ തെസ്സലോനിക്ക വിശ്വാസികൾ സുവിശേഷം അല്ലെങ്കിൽ വചനം അംഗീകരിച്ചത് എങ്ങനെയായിരുന്നു എന്ന് പൗലോസ് പറയുന്നുണ്ട്. എങ്ങനെയായിരുന്നു? മനുഷ്യനിൽ നിന്നുള്ള വചനമായിട്ടല്ല, പിന്നെ സാക്ഷാൽ ആകുന്നത് പോലെ ദൈവത്തിന്റെ വചനമായി തന്നെ അവർ അത് അംഗീകരിച്ചു. ഇത് ദൈവവചനമാ. അതിന്റെ പ്രാധാന്യത്തെ കാണിക്കുന്നതാ. ഇത് ദൈവവചനമാണ്, അവനിൽ നിന്നാണ് ഇത് ആരംഭിച്ചത്. എബ്രായ ലേഖനം 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോഴും ഈ ആശയം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകൻ മുഖാന്തരം നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് തന്റെ പുത്രൻ മുഖാന്തരം അരുളി ചെയ്തിരിക്കുന്നു. പുത്രൻ മുഖാന്തരം അരുളി ചെയ്തിരിക്കുന്നു. അത് പുതിയ നിയമ വെളിപ്പാടിനെ, സുവിശേഷത്തെ കാണിക്കുന്നതാണ്. അരുളി ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവം പുത്രൻ മുഖാന്തരം അന്തിമമായിട്ട് പൂർണ്ണമായിട്ട് തന്റെ വചനം നൽകിയിരിക്കുന്നു. ഞാൻ പറയാൻ വന്നത് ഇതാണ്, ഇത് ദൈവത്തിൽ നിന്നുള്ളതാ. മനുഷ്യനാലോ ആ മനുഷ്യനൊരു കൂട്ടിയതോ ആയിട്ടുള്ള വാർത്തയല്ല. ദൈവം. ഏതൊരു സന്ദേശത്തിന്റെയും പ്രാധാന്യം അതാര് പറഞ്ഞു, അതിന്റെ സ്രോതസ്സാണ് അതിന്റെ പ്രാധാന്യം കൊണ്ടുവരുന്നത്. ഭവനത്തിലാണെങ്കിലും പിള്ളേരോട് എന്തെങ്കിലും പറഞ്ഞാൽ പിള്ളേർ ചിലപ്പോൾ ചോദിക്കും, ആരാ പറഞ്ഞ, ഡാഡിയാണോ മമ്മിയാണോ? അല്ലേ? ഡാഡി ആണെങ്കിൽ അനുസരിക്കണം, ചെയ്യണം, ഇല്ലേ തല്ലുകൊള്ളും. മമ്മിയാണെങ്കിൽ സാരമില്ല, ചിലപ്പോൾ തിരിച്ചും ആവാം, എന്തുമാവട്ടെ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്, ആര് പറഞ്ഞുവോ അതനുസരിച്ചിരിക്കും ആ സന്ദേശത്തിന്റെ പ്രാധാന്യം. ഇവിടെ ഇതാ ദൈവത്തിൽ നിന്നുള്ള വചനം. അപ്പൊ റോമാലേഖനം ആരംഭിക്കുന്നത്, മലയാളത്തിൽ ആരംഭിക്കുന്നത് ദൈവം എന്നുള്ള വാക്കോട് കൂടിയാ. സുവിശേഷം ദൈവത്തിൽ നിന്നുള്ളതാ. അവനാണ് അതിന്റെ ആരംഭം. അതുകൊണ്ട് അത് മാറ്റമില്ലാത്തതാണ്, അത് പൂർണ്ണതയുള്ളതാണ്, അത് ശക്തിമത്താണ്. ഇനി രണ്ടാമത്തെ സംഗതിയിലേക്ക് നോക്കാം. രണ്ടാമത്തെ സംഗതി, രണ്ടാമത് നമുക്ക് ഈ ഭാഗത്ത് കാണാനായിട്ട് സാധിക്കുന്നത് അത് മുമ്പുകൂട്ടി വാഗ്ദത്തം ചെയ്തതായിരുന്നു. മുമ്പുകൂട്ടി വാഗ്ദത്തം 2-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് ആ പ്രയോഗം. തന്റെ പ്രവാചകന്മാർ മുഖാന്തരം
മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി. സുവിശേഷം ദൈവത്തിൽ നിന്നുള്ളതാണ്. സുവിശേഷം മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്തതാണ്. ഇവിടെ മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്തതാണെന്ന് പറയുമ്പോ എന്ന്, അല്ലെങ്കിൽ എങ്ങനെ, അല്ലെങ്കിൽ എവിടെ വാഗ്ദത്തം ചെയ്തു എന്ന കാര്യമാണ് പറയുന്നത്. ഇവിടെ നാം നോക്കുമ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ, എന്താണ് ഈ വിശുദ്ധ രേഖകൾ? പഴയ നിയമം. അല്ലെങ്കിൽ പറയുന്നതിന്റെ അർത്ഥം, പഴയ നിയമത്തിൽ ഈ സുവിശേഷം വാഗ്ദത്തം ചെയ്യപ്പെട്ടതാണ്. അതെന്തിനെ കാണിക്കുന്നതാ? പഴയ നിയമത്തിലെ ദൈവിക വാഗ്ദത്തങ്ങളെ നാം നോക്കുക, പ്രവചനങ്ങളെ നാം നോക്കുക, നിഴലുകളെ നാം നോക്കുക, പഴയ നിയമ വിശുദ്ധന്മാരുടെ പ്രതീക്ഷയെ നാം നോക്കുക. ഇവയിലെല്ലാം സുവിശേഷത്തിന്റെ വാഗ്ദത്തം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാനിത് വിശദീകരിക്കുന്നില്ല. പഴയ നിയമത്തിലെ ദൈവത്തിന്റെ നേരിട്ടുള്ള വാഗ്ദത്തങ്ങൾ അത് ആരംഭിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 3:15 സ്ത്രീയുടെ സന്തതിയുടെ വാഗ്ദത്തം. സാധാരണ നാം ഇതിനെ പ്രോട്ടോ ഇവാഞ്ചലിയോൺ എന്ന വാക്യത്തെ വിളിക്കാറുണ്ട്. ആ ഉൽപ്പത്തി 3:15 പ്രോട്ടോ ഇവാഞ്ചലിയോൺ. എന്താ പ്രോട്ടോ? പ്രോട്ടോ എന്ന് പറയുമ്പോൾ ഫസ്റ്റ്, ആദ്യത്തേത്. ഇവാഞ്ചലിയോൺ സുവാർത്ത, ആദ്യത്തെ സുവാർത്ത, ആദ്യത്തെ സുവിശേഷം. ദൈവം തന്നെ അത് വാഗ്ദത്തം ചെയ്യുന്നു. അങ്ങനെ എത്രയോ വാഗ്ദത്തങ്ങൾ ദൈവത്തിൽ നിന്നും നേരിട്ട് ക്രിസ്തു സംബന്ധമായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. വാഗ്ദത്തങ്ങൾ മാത്രമല്ല, പ്രവചനങ്ങൾ. ക്രിസ്തു വരുന്ന കാര്യവും അവൻ എങ്ങനെ ജീവിക്കുമെന്നും, എവിടെ വരുമെന്നും, ആരിലൂടെ ജനിക്കുമെന്നും, എങ്ങനെ മരിക്കുമെന്നും, എന്ത് ഭൂമിയിൽ നിവർത്തിക്കുമെന്നും, അവന്റെ ഉയർപ്പ് സംബന്ധിച്ചും മഹത്വീകരണം സംബന്ധിച്ചും എന്താണ് നമുക്ക് പഴയ നിയമത്തിൽ അവനെക്കുറിച്ച് കാണാനായിട്ട് ഒക്കാത്തത്? സകലവും നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. പ്രവചനങ്ങൾ തന്നെയുമല്ല, നിഴലുകൾ. നമുക്കറിയാം, പഴയ നിയമത്തിൽ, പുതിയ നിയമത്തിലെ വസ്തുതകൾക്ക് നിഴലുകൾ വളരെ ഉണ്ട്. സമാഗമന കൂടാരമോ, ആ യാഗങ്ങളോ, അതുപോലെ മൽക്കിസദേക്ക് തുടങ്ങിയുള്ള വ്യക്തികളോ, അങ്ങനെയുള്ള എത്രയോ നിഴലുകൾ പഴയ നിയമത്തിൽ നാം കാണുന്നു. അവയെല്ലാം ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു, സുവിശേഷത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു. അത് മാത്രമല്ല, പഴയ നിയമ ഭക്തന്മാരുടെ പ്രതീക്ഷ. സങ്കീർത്തനങ്ങൾ വായിച്ചു നോക്കുക, ഇയ്യോബിന്റെ പുസ്തകം വായിച്ചു നോക്കുക, ഉൽപ്പത്തി പുസ്തകത്തിലും യാക്കോബിന്റെ വാക്കുകളും ഒക്കെ വായിച്ച നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവർ ദൈവത്തിന്റെ ആ അനുഗ്രഹത്തെ കാത്തിരിക്കുന്നവരായിരുന്നു. അവരുടെ പ്രതീക്ഷയുടെ വാക്കുകൾ പലയിടങ്ങളിൽ നാം കാണുന്നു. അവയൊന്നും എടുത്തു വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചുകൊള്ളുക. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, ഇവിടെ വിശുദ്ധ രേഖകളിൽ മുൻപ് കൂട്ടി പറഞ്ഞതാണെന്ന് പറയുമ്പോ ഈ കാര്യങ്ങളെല്ലാം ഓർപ്പിക്കുന്നതാണ്. വാഗ്ദത്തങ്ങളിലൂടെ, പ്രവചനങ്ങളിലൂടെ, നിഴലുകളിലൂടെ, ആ പഴയ നിയമ ഭക്തന്മാരുടെ പ്രതീക്ഷയിലൂടെ എല്ലാം ഇവ വാഗ്ദത്തം ചെയ്തതായിരുന്നു പഴയ നിയമത്തിൽ, അല്ലെങ്കിൽ വിശുദ്ധ രേഖകളിൽ. വാഗ്ദത്തത്തെ കുറിച്ച് പറയുമ്പോ മറ്റൊരു കാര്യവും ഓർപ്പിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. പഴയ നിയമരേഖകളിൽ വാഗ്ദത്തം ചെയ്തു എന്ന് മാത്രമല്ല, സുവിശേഷം സംബന്ധിച്ചുള്ള വാഗ്ദത്തം, ക്രിസ്തു മുഖാന്തരം വരുന്ന അനുഗ്രഹത്തെ കുറിച്ചുള്ള വാഗ്ദത്തം കാലത്തിനപ്പുറത്ത്, കാലത്തിനപ്പുറത്ത് കഴിഞ്ഞ നിത്യത മുതൽ തന്നെ ഉള്ള വാഗ്ദത്തങ്ങളാ. ഞാനത് വായിച്ച് കേൾപ്പിക്കട്ടെ. 2 തിമോത്തിയോസ് 1 അധ്യായം അതിന്റെ 1 വാക്യം ഒന്ന് നോക്കുക. അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഇങ്ങനെയാ. 2 തിമോത്തിയോസ് 1 അധ്യായം 1 വാക്യം, ക്രിസ്തുയേശുവിലുള്ള ജീവന്റെ വാഗ്ദത്ത പ്രകാരം. ജീവന്റെ വാഗ്ദത്തം. എന്ത് ജീവന്റെ വാഗ്ദത്തമാ? ഇതെന്ന് നൽകിയതാ? അതൊന്നും അവിടെ കാണുന്നില്ല. എന്നാൽ തീത്തോസിന് എഴുതിയ ലേഖനത്തിലേക്ക് വരാം. തീത്തോസിന് എഴുതിയ ലേഖനം 1-2 വാക്യങ്ങൾ. നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം എന്നെ ഭരമേൽപ്പിച്ച പ്രസംഗത്താൽ തക്ക സമയത്ത് തന്റെ വചനം വെളിപ്പെടുത്തിയ ഭോഷ്കില്ലാത്ത ദൈവം സകല കാലത്തിനു മുൻപേ വാഗ്ദത്തം ചെയ്ത നിത്യജീവൻ.
2 തിമോത്തിയോസ് 1:1 ജീവനെന്നേ നാം കണ്ടുള്ളൂ. ഇവിടെ എന്ത് ജീവനാണ് നാം കാണുന്നു? നിത്യജീവൻ. നിത്യജീവൻ ദൈവജീവനാ. സുവിശേഷം അംഗീകരിക്കുന്നവർക്ക് ലഭിക്കുന്ന ജീവനാ നിത്യജീവൻ. അത് എന്ന് വാഗ്ദത്തം ചെയ്തു? സകല കാലത്തിന് മുമ്പേ, എന്ന് വെച്ചാൽ കാലം ആരംഭിക്കുന്നതിന് മുൻപേ, കഴിഞ്ഞ നിത്യതയിൽ. ഇനി നാം 2 തിമോത്തിയോസിലേക്ക് മടങ്ങി വരുമ്പോ അതിന്റെ 1-ാം അധ്യായം 9 മുതൽ താഴേക്ക് വായിക്കുമ്പോ, സമയമില്ലാത്തതുകൊണ്ട് ഞാനത് വായിക്കുന്നില്ല, അവിടെ നാം നോക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നത്, ഇങ്ങനെ കഴിഞ്ഞ നിത്യതയിൽ വാഗ്ദത്തം ചെയ്ത ആ വാഗ്ദത്തത്തിന്റെ നിവൃത്തിക്കായിട്ട് തക്ക സമയത്ത്, ഗലാത്യ ലേഖനം 4-ാം അധ്യായം 4-5 വാക്യങ്ങളിലും നാം അത് കാണുന്നുണ്ട്. തക്ക സമയത്ത് കർത്താവായ യേശുക്രിസ്തു ജനിച്ചു. അവൻ ക്രൂശിലെ ആ യാഗം നിമിത്തം, ആ മരണം നിമിത്തം അവൻ ജീവനും അക്ഷയതയും വെളിപ്പെടുത്തി തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ 9-10 വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്ത് വാഗ്ദത്തം ചെയ്തുവോ അത് നിവൃത്തിയാക്കി. നാം എഫേസ് ലേഖനം 2-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം വായിക്കുമ്പോ ഇതോടൊക്കെ ബന്ധപ്പെട്ട ഒരു പ്രയോഗം അവിടെ നാം കാണുന്നുണ്ട്. നാം കാണുന്നത് ഇങ്ങനെയാ: അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും. അടുത്ത പ്രയോഗം നോക്കുക: വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യർ. വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾ. വാഗ്ദത്തം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ഏകവചനമാ. ഏകവചനമാവുമ്പോൾ നാം ഓർക്കണം, എന്ത് വാഗ്ദത്തമാ? കാലത്തിന് മുൻപേ ദൈവം ചെയ്ത വാഗ്ദത്തം. എന്തിന്റെ വാഗ്ദത്തം? നിത്യജീവന്റെ വാഗ്ദത്തം. പുത്രൻ മുഖാന്തരം അവൻ ചെയ്യുവാൻ പോകുന്ന വാഗ്ദത്തം. പിന്നെ നാം കാണുന്നത് വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾ. നിയമങ്ങൾ അത് ബഹുവചന രൂപമാ. വാഗ്ദത്തം ഏകവചനമാ, നിയമങ്ങൾ ബഹുവചനമാ. ആ നിയമങ്ങൾ ഓർപ്പിക്കുന്നത് എന്താണ്? നിയമങ്ങൾ പലതുണ്ടല്ലോ. ആദാമിന് നൽകിയ നിയമം, അതുപോലെ ഏദനിൽ നൽകിയ നിയമം, അതുപോലെ അബ്രഹാമിന് നൽകിയ നിയമം, നോഹയ്ക്ക് നൽകിയ നിയമം, ദാവീദിന് നൽകിയ നിയമം, പലസ്തീൻ നിയമം, ഇങ്ങനെ പല നിയമങ്ങളുണ്ടല്ലോ. അപ്പോൾ അവയെല്ലാമാണ് ഇത് ഓർപ്പിക്കുന്നത്. ഓരോ കാലത്തുമുള്ള നിയമങ്ങളായിരുന്നു. ദൈവം എന്ത് വാഗ്ദത്തം ചെയ്തുവോ അവ ഓരോ നിയമങ്ങളിലും, അല്ലെങ്കിൽ ഓരോ കാലത്തും അതിന്റെ നിയമം അനുസരിച്ച് താൻ പ്രവർത്തിച്ച് തന്റെ തക്ക സമയത്ത്, താൻ നിർണയിച്ച സമയത്ത് പുത്രനെ അയച്ച് താൻ വാഗ്ദത്തം ചെയ്ത് നിവർത്തിച്ചു എന്നുള്ള കാര്യമാണ് നാം ഇവിടെ കാണുന്നത്. ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, ഇത് വാഗ്ദത്തം ചെയ്തതാ. പഴയ നിയമ തിരുവെഴുത്തുകളിൽ എന്ന് മാത്രമല്ല, കഴിഞ്ഞ നിത്യത മുതൽ ദൈവത്തിൽ നിന്നുള്ളത്, ദൈവം വാഗ്ദത്തം ചെയ്തത്. മൂന്നാമത്തെ കാര്യം, ഇത് തൻ്റെ പുത്രനെ സംബന്ധിക്കുന്നു. സുവിശേഷം ദൈവത്തിന്റെ പുത്രനെ സംബന്ധിക്കുന്നതാണ്. നാം ആ ഭാഗങ്ങളിലേക്ക് മടങ്ങി വരാം. എന്താണ് നാം കാണുന്നത്? ദൈവം തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച്. അപ്പോ സുവിശേഷത്തിന്റെ വിഷയം അതാ. എന്താണ് വിഷയം? തൻ്റെ പുത്രൻ യേശുക്രിസ്തു. നമുക്കറിയാം, നമ്മുടെ മക്കളെ കുറിച്ച്, മാതാപിതാക്കൾക്ക് തങ്ങളുടെ മക്കളെ കുറിച്ച് ആരെങ്കിലും നല്ലത് പറഞ്ഞാൽ എത്രയോ വലിയ സന്തോഷമാണ്. അവരും മക്കളെ കുറിച്ച് പറയുന്നത് എത്രയോ സന്തോഷത്തോടു കൂടെ ആയിരിക്കും. ഇവിടെ ഇതാ ദൈവം ഒരു സുവാർത്ത നൽകുക. ആ സുവാർത്തയുടെ കണ്ടന്റ്, ഉള്ളടക്കം എന്താ? തൻ്റെ പുത്രനെ കുറിച്ചുള്ളതാ. ഇത് നമ്മെ ഓർപ്പിക്കുന്നത് ഈ വാർത്തയുടെ പ്രാധാന്യമാണ്. ദൈവപുത്രനെ കുറിച്ചുള്ള ദൈവത്തിന്റെ സന്ദേശം, ദൈവം അറിയിക്കുന്ന സന്ദേശം, അവന്റെ പുത്രനെ കുറിച്ചുള്ള സന്ദേശം. ദൈവം തൻ്റെ മകനെ കുറിച്ച് പറയുന്നതാ. അവന്റെ പുത്രനെ കുറിച്ച് എന്തെല്ലാമാണ് ഈ സുവിശേഷത്തിലുള്ളത്? ചില വാക്കുകൾ, ചില പ്രയോഗങ്ങൾ ഈ ഭാഗങ്ങൾ നോക്കുക. ഒന്നാമത് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ഇതിന്റെ ആരംഭത്തിൽ തന്നെ പുത്രൻ എന്നുള്ള പ്രയോഗം നാം കാണുന്നു. ദൈവം തൻ്റെ പുത്രനും. പുത്രൻ, ഇത് മിക്കവാറും കർത്താവായ യേശുക്രിസ്തുവിന്റെ കഴിഞ്ഞ നിത്യത മുതലുള്ള തൻ്റെ പൂർവാസ്തിക്യത്തെ, പിതാവിനോടുള്ള ഒരുമയെ കാണിക്കുന്ന പ്രയോഗമാണ്. അടുത്ത് നാം കാണുന്നത് 5-ാം വാക്യത്തിൽ, ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയായ ജഡം, പൂർവാസ്തിക്യമുള്ള നിത്യതയുള്ള പുത്രൻ, അവൻ ജഡം ധരിച്ചു.
5-ാം വാക്യത്തിൽ തന്നെ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ചെന്നുള്ള പ്രയോഗം കാണുന്നു. അത് തന്റെ ഈ ലോകത്തിലെ ജീവിതത്തെ കാണിക്കുന്നതാണ്. വിശുദ്ധ ജീവിതം, പൂർണ്ണതയുള്ള ജീവിതം. മാത്രമല്ല, ദൈവപുത്രൻ എന്ന ശക്തിയോട് നിർണയിച്ച കാര്യം അവിടെ നാം കാണുന്നു. അത് തന്റെ മരണം, ഉയർപ്പുകളെ സംബന്ധിക്കുന്നതാണ്. ഇനി മറ്റൊരു കാര്യം നാം ഓർക്കേണ്ടത്, 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തു എന്നുള്ള പ്രയോഗം നാം കാണുന്നു. മൂലഭാഷയിലും ഇംഗ്ലീഷിലും ഒക്കെ നാം നോക്കിയാൽ ആ പ്രയോഗം ഈ ഖണ്ഡികയുടെ ഏറ്റവും അവസാനമാണ് വരുന്നത്. അത് നമ്മെ ഓർപ്പിക്കുന്നത് അവൻ മഹത്വീകരിക്കപ്പെട്ട് ഉയർന്ന് കർത്താവായിരിക്കുന്ന അവന്റെ അവസ്ഥയാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പുത്രൻ എന്നുള്ളത് കഴിഞ്ഞ നിത്യതയിലുള്ള കർത്താവിന്റെ ആസ്തിക്യത്തെ ഓർപ്പിക്കുന്നതാ. ജഡം ധരിച്ചു എന്നുള്ളത് അവൻ ഭൂമിയിലേക്ക് വന്നതിനെ ഓർപ്പിക്കുന്നതാ. വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ചെന്നുള്ള പ്രയോഗം അവൻ കർത്താവ് ഇവിടെ ജീവിച്ച ജീവിതത്തെ അത് ഓർപ്പിക്കുന്നതാ. ശക്തിയോടെ നിർണയിക്കപ്പെട്ടു എന്നുള്ള പ്രയോഗം ഉയർപ്പിൽ, മരണം, ഉയർപ്പ്, ഇവയിൽ ആ വെളിപ്പെട്ട ശക്തിയെ അത് കാണിക്കുന്നതാ. മാത്രമല്ല, കർത്താവായ യേശുക്രിസ്തു, മലയാളത്തിൽ ആദ്യം അത് വരുന്നത്, ഏറ്റവും ഒടുവിൽ വരേണ്ട പ്രയോഗമാ കർത്താവായ യേശുക്രിസ്തു എന്നുള്ള പ്രയോഗം. ഈ വഴിയിലൂടെയൊക്കെ, ഈ പടിയിലൂടെയൊക്കെ കടന്നുപോയ കർത്താവ് ഈ ഭൂമിയിൽ തന്റെ വേല നിവർത്തിച്ച് താൻ പ്രവേശിച്ച ആ അവസ്ഥയെ കാണിക്കുന്നതാ. അവനെന്ന് കർത്താവായി വാഴുന്നു. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, കർത്താവ് നിത്യത മുതലുള്ള തന്നെക്കുറിച്ചുള്ള പല വിഷയങ്ങൾ അടങ്ങുന്നതാണ് സുവിശേഷം. പുത്രനെ കുറിച്ചുള്ളതാണ്. അത് വിവരിക്കുവാൻ അധിക സമയമില്ല, ഞാനത് വിടുകയാണ്. നിങ്ങളത് പിന്നീട് ചിന്തിച്ചു കൊള്ളുക. 4-മത് എനിക്ക് ഓർപ്പിക്കുവാനായിട്ടുള്ളത് ഇതാണ്. ഇത് നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുക. അതെവിടെയാ ഇവിടെ നാം കാണുന്നത്? 5-6 വാക്യങ്ങൾ നോക്കുക. ആ 5-6 വാക്യങ്ങൾ, 6-ാം വാക്യം മാത്രം നമുക്ക് നോക്കാം. നാം കാണുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചു. മാത്രമല്ല, പൗലോസ് തന്നെക്കുറിച്ച് തന്നെ പറയുന്നത്, 2-ാം വാക്യം, സുവിശേഷത്തിനായി വേർതിരിച്ചു വിളിക്കപ്പെട്ട. ഇവിടെ താൻ വിശ്വാസികളെ കുറിച്ച് പൊതുവായി പറയുന്നത് കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചവരാ. കൃപയും എന്നുള്ള പ്രയോഗം രക്ഷയെ കുറിക്കുന്നതായിരിക്കാം. അപ്പോസ്തലത്വം എന്ന് പറയുമ്പോൾ കർത്താവ് ഉത്തരവാദിത്വം നൽകി, ഒരു വചനം നൽകി ഭൂമിയിലേക്ക് അയച്ച കാര്യത്തെ ഓർപ്പിക്കുന്നതാ. രക്ഷയും ശുശ്രൂഷയും, കൃപയും അപ്പോസ്തലത്വവും. കൃപ എന്നുള്ള വാക്ക് തിരുവചനത്തിൽ ആദ്യം നാം കാണുന്നത് നോഹയോട് അനുബന്ധമായിട്ടാ. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്, നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. അവിടെയാണ് ആദ്യമായിട്ട് കൃപ എന്നുള്ള വാക്ക് വരുന്നത്. ആ കൃപ ലഭിച്ചത് നാം നോക്കിയാൽ എന്ത് കൃപയാ ലഭിച്ചത്? ആ ഭാഗമൊക്കെ വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്, ന്യായവിധിയിൽ നിന്നും രക്ഷിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, പിന്നെ അന്നത്തെ ലോകത്തിനൊരു ശുശ്രൂഷ ദൈവം തനിക്ക് നൽകി, ഒരു വചനം നൽകി, താൻ അത് പ്രസംഗിച്ചു. അപ്പൊ രക്ഷയും ശുശ്രൂഷയും കൃപയിലുള്ളത് അതാണ്. ഇവിടെ ഞാൻ പൗലോസ് പറയുന്നത് അത് തന്നെയാ. കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചു, അല്ലെങ്കിൽ രക്ഷയും ശുശ്രൂഷയും പ്രാപിച്ചു. പ്രിയമുള്ളവരെ, നാം ഒരു കാര്യം ഓർക്കേണ്ടത്, നാമും ഇവ പ്രാപിച്ചവരാ. എഫേസ് ലേഖനം 2-ാം അധ്യായം നോക്കുമ്പോൾ അവിടെ പൗലോസ് ഇത് വ്യക്തമാക്കുന്നത് നാം കാണുന്നുണ്ട്. 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്കത് കാണാൻ സാധിക്കുന്നു. കൃപ നമ്മോടുള്ള ബന്ധത്തിൽ അവിടെ നാം കാണുന്നുണ്ട്. കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. പിന്നെ താഴേക്ക് വായിക്കുമ്പോൾ നാം ചെയ്തു പോരേണ്ടതിന് ദൈവം നാം ചെയ്യേണ്ട പ്രവൃത്തി നിർണയിച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അല്ലെങ്കിൽ ശുശ്രൂഷയും അവൻ നിർണയിച്ചു, രക്ഷിച്ചു, ശുശ്രൂഷയും നൽകി, നമ്മെ രക്ഷിച്ചു. നാം എന്ത് ചെയ്യണമോ അതും അവൻ നിർണയിച്ചു. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇതാ, പൗലോസിന് ലഭിച്ചതുപോലെ, നോഹയ്ക്ക് ലഭിച്ചതുപോലെ കൃപ ലഭിച്ചവരാണ് നാം. അവൻ നമ്മെ രക്ഷിച്ചു, ഒരു ശുശ്രൂഷ നൽകി, ശുശ്രൂഷ ചെയ്യുവാൻ ഉള്ള സന്ദേശവും അവൻ നൽകി. ഏത് സന്ദേശം? സുവിശേഷം. നാം ആ സുവിശേഷത്തിന് ഡിപ്പോസിറ്ററീസാണ്. നമ്മെ അത് ഭരമേൽപ്പിച്ചിരിക്കുക. എന്തിനാണത് ഭരമേൽപ്പിച്ചിരിക്കുന്നത്? പലത് പറയാം. എന്നാൽ പ്രധാനമായി നാം ഓർക്കേണ്ടത് അത് നൽകുവാൻ. പൗലോസ്
തന്നെ അതിനായി സുവിശേഷത്തിനായി വേർതിരിച്ചിരിക്കുന്നുവെങ്കിൽ തന്റെ നിർണയങ്ങൾ തന്നെ ഒടുവിലത്തെ ഭാഗത്ത് നാം വായിച്ചത് 14 വാക്യം മുതൽ വായിച്ചെടുത്ത് താൻ പറയുന്നത് നോക്കുക. വിശദീകരിക്കാതെ ഞാൻ പറയട്ടെ, നമുക്ക് അധികം സമയമില്ലല്ലോ. ആ 14 വാക്യം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് ആ യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു, ഞാൻ കടക്കാരനാകുന്നു. 15 വാക്യത്തിന്റെ ഒടുവിൽ പറയുന്നത് ഞാൻ ഒരുങ്ങിയിരിക്കുന്നു, ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. 16 വാക്യത്തിൽ പറയുന്നത് എനിക്ക് ലജ്ജയില്ല. ഇതെല്ലാം സുവിശേഷം സംബന്ധിച്ച ഇതെല്ലാം സുവിശേഷം സംബന്ധിച്ച ഞാൻ കടക്കാരനാകുന്നു എന്ന് വെച്ചാൽ ദൈവം ഈ സുവിശേഷം എന്നെ ഭരമേൽപ്പിച്ചത് മറ്റുള്ളവർക്ക് നൽകാന്, എന്റെ കയ്യിൽ വെക്കാനല്ല. അങ്ങനെ ഞാൻ കടക്കാരനാണ്. അത് തന്നെയുമല്ല, ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. അത് തന്നെയുമല്ല, ഞാൻ ലജ്ജിക്കുന്നില്ല. എന്തുകൊണ്ട് ലജ്ജിക്കുന്നില്ല? അതാണ് തുടർന്ന് താഴേക്ക് വായിക്കുമ്പോൾ താൻ പറയുന്നതായി നാം കാണുന്നത്. അത് ദൈവശക്തിയാകുന്നു. അത് ദൈവശക്തിയാകുന്നു. അത് മാത്രമല്ല, നാം നോക്കുമ്പോൾ അതിൽ ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു. അത് തന്നെയുമല്ല, 18 വാക്യത്തിലേക്ക് വരുമ്പോ ദൈവത്തിന്റെ ന്യായവിധി, അവന്റെ കോപവും സ്വർഗത്തിൽ നിന്ന് വരുന്നു. അപ്പോൾ രക്ഷയ്ക്കുള്ള വചനം മറ്റുള്ളവരോട് അറിയിക്കണം. അതുകൊണ്ട് ഞാൻ ലജ്ജിക്കുന്നില്ല, ഒരുങ്ങിയിരിക്കുന്നു, ഞാൻ കടക്കാരനാകുന്നു. ഈ മനോഭാവം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതേറെ ആവശ്യമാണ്. നാം പറയുമായിരിക്കും, മുൻപൊക്കെ പറയുവാനുള്ള സാധ്യതയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഒക്കില്ല എന്ന് പറയുമായിരിക്കാം. എന്നാൽ ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ, സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ മുൻപുണ്ടായിരുന്ന ആ മെത്തേഡ്സ് ഇന്ന് സാധ്യമല്ലെങ്കിൽ എന്നും മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കുവാനുള്ള, മറ്റുള്ളവർ സുവിശേഷം അറിയുവാനുള്ള മുഖാന്തരങ്ങൾ ഇന്നുമുണ്ട്. തിരുവചനം വായിക്കുമ്പോൾ 3 മുഖാന്തരങ്ങളിലൂടെയാണ് സുവിശേഷം അറിയേണ്ടത്. 1 വാക്കുകളിലൂടെ, 2 ജീവിതത്തിലൂടെ, 3 ശുശ്രൂഷയിലൂടെ. ശുശ്രൂഷ എന്ന് ഞാൻ പറയുമ്പോൾ മറ്റുള്ളവരെ സേവിക്കുന്നതിലൂടെ. 1 പ്രൊക്ലമേഷൻ, അറിയിക്കുക, പ്രഖ്യാപിക്കുക സുവിശേഷം. മാത്രമല്ല, രണ്ടാമത്തെ ഞാൻ ഓർപ്പിച്ചത് ജീവിതം അല്ലെങ്കിൽ കൂട്ടായ്മ, മറ്റുള്ളവർ നമ്മുടെ ജീവിതം കണ്ട്, അത് തന്നെയുമല്ല മറ്റുള്ളവർക്ക് നാം ശുശ്രൂഷ ചെയ്ത്, ഇവയിലൂടെയെല്ലാം കർത്താവിന്റെ സ്നേഹം, ഈ സുവിശേഷം വെളിപ്പെടുത്തേണ്ടത് നമുക്ക് ഏറെ ആവശ്യമാണ്. എപ്പോഴും ഓർക്കുക, സഭ എന്നുള്ള നിലയിൽ നാം അത് നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുക. വ്യക്തികൾ എന്നുള്ള നിലയിൽ നമുക്കതിന് ഉത്തരവാദിത്വമുണ്ട്, നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുക. പൗലോസ് പറഞ്ഞതുപോലെ ദൈവം എന്നെ വേർതിരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ നാം നമ്മെ തന്നെ കണക്കാക്കണം. മാത്രമല്ല, ഞാൻ കടക്കാരനാകുന്നു, ഞാൻ ഒരുങ്ങിയിരിക്കുന്നു, ഞാൻ ലജ്ജിക്കുന്നില്ല. ഇതൊക്കെ നാം പറയുവാനായിട്ട് ഇടവരേണ്ടത്. നമ്മുടെ സമയം കഴിയുന്നുവല്ലോ. അത്യാവശ്യമായിട്ട് ഓർത്തിരിക്കേണ്ടത് ഞാൻ ഓർപ്പിച്ചു എന്ന് ഞാൻ വിചാരിക്കുക. സുവിശേഷം എന്ന വാക്ക് നാം ആദ്യം കണ്ടു, അതിന്റെ പ്രായോഗികത, അതിന്റെ ഉപയോഗങ്ങൾ നാം ശ്രദ്ധിച്ചു. അതെല്ലാം ക്രിസ്തുവിന്റെ സുവിശേഷത്തിനും ഉപയോഗിക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ളത് നാം കണ്ടു. അതിനുശേഷം റോമാലേഖനത്തിന്റെ ആരംഭത്തിൽ പൗലോസ് ഈ സുവിശേഷത്തെക്കുറിച്ച് എന്ത് പറയുന്നു എന്നാണ് നാം കണ്ടത്. ഒന്നാമത് നാം കണ്ടത് ഇത് ദൈവത്തിൽ നിന്നുള്ളതാ. ലേഖനം ആരംഭിക്കുന്നത് തന്നെ, മലയാളത്തിൽ ആരംഭിക്കുന്നത് തന്നെ ദൈവം എന്നുള്ള വാക്കോടെയാണ്. ഇത് ദൈവത്തിൽ നിന്നുള്ളതാ, ഇത് വാഗ്ദത്തം ചെയ്തതാ. ഇവിടെ തിരുവെഴുത്തുകളിൽ മുന്നെഴുതിയ തിരുവെഴുത്തുകളിൽ എന്നാ പറയുന്നത്. എന്നാൽ കഴിഞ്ഞ നിത്യത മുഴുവൻ വാഗ്ദത്തം ചെയ്തവയാ. അത് തന്നെയുമല്ല, പിന്നീട് നാം കണ്ടത് അത് തന്റെ പുത്രനെ കുറിച്ചുള്ളതാ. തന്റെ പുത്രനെ കുറിച്ചുള്ളതാ. 4 ഞാൻ ഓർപ്പിച്ചത് നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന, കമ്മിറ്റഡ് ടു ഹിസ് പീപ്പിൾ. ഈ സുവിശേഷം അത് നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്നതാ. പൗലോസ് അത് സംബന്ധിച്ച് ഉത്തരവാദിത്തങ്ങൾ എങ്ങനെ നിറവേറ്റി, എന്ത് കമ്മിറ്റ്മെന്റ് ആയിരുന്നു, സമർപ്പണമായിരുന്നു തനിക്കുണ്ടായിരുന്നത് എന്നുള്ളത് നാം കാണുകയുണ്ടായി. വളരെ ചുരുക്കിയാണ് നാം കണ്ടത്, സംശയമില്ല. എന്നാൽ ആ വാക്യങ്ങൾ നാം വേണ്ടുവണ്ണം ശ്രദ്ധിച്ചു എന്ന് ഞാൻ വിചാരിക്കുക. ആ മനോഭാവം സുവിശേഷത്തോട് നമുക്കും ഉണ്ടായിരിക്കണം. നമുക്ക് ഒരുങ്ങിയിരിക്കാം, ലജ്ജിക്കാതെ ഇരിക്കാം, നാം കടക്കാരാണെന്നുള്ള ബോധ്യം നമുക്കുള്ളവരായിരിക്കാം. വാക്കിലൂടെ, ജീവിതത്തിലൂടെ, മറ്റുള്ളവർക്കുള്ള സേവയിലൂടെ സുവിശേഷത്തെ, ദൈവസ്നേഹത്തെ കാണിക്കാം. ഒരു വഴി ഇന്ന് സാധ്യമല്ലെങ്കിൽ മറ്റു വഴികൾ കർത്താവ് തുറന്നിരിക്കും. അപ്പോൾ ആ നിലയിൽ നമുക്കുള്ള സാഹചര്യങ്ങൾ, നമുക്ക് വരുന്ന സാഹചര്യങ്ങൾ കർത്താവിനെ കാട്ടി ജീവിക്കാം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നാം കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചവരാ. ഞാനത് വിശദീകരിച്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. രക്ഷിക്കപ്പെട്ടവരാ, തന്നെയുമല്ല ഒരു ശുശ്രൂഷ ലഭിച്ചവരാ. നോഹയ്ക്കത് ലഭിച്ചു, പൗലോസിനത് ലഭിച്ചു. എല്ലാ വിശ്വാസികൾക്കുമുള്ള അനുഗ്രഹമാണ്.
നമ്മെ രക്ഷിച്ചു, ഒരു ശുശ്രൂഷ നൽകി നമ്മെ ഈ ലോകത്തിലാക്കിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നാം അത് മനസ്സിലാക്കി നമുക്കുള്ള ശുശ്രൂഷയെ നിവൃത്തിയാക്കണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇന്ന് വൈകിട്ട് നാം കണ്ട ഈ സത്യങ്ങൾ ആ നിലയിൽ കർത്താവിനായി ജീവിക്കുവാൻ, അവനെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് പ്രോത്സാഹനമാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എന്റെ വാക്കുകൾ ഇത് വിരമിക്കുന്നു. നാം ഈ റോമാലേഖനത്തിൽ ആദ്യം നാം കാണുന്ന പ്രധാനപ്പെട്ട വിഷയമാണ് നാം ഇന്ന് കണ്ടത്. കേട്ട കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുവാൻ, കൂടുതൽ പഠിക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാൻ ഒക്കെ മുഖാന്തരമാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ എന്റെ വാക്കുകൾ ഇന്ന് വിരമിക്കുന്നു. കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.